ശ്രീ ചൗക്കാർ ഗുരുവിന്റെ നർത്തനവും തിരുസന്നിധിയിൽ ഉണ്ടായിരുന്നു. ശ്രീ ചൗക്കാർ ഗുരുവിന്റെ നർത്തനവും തിരുസന്നിധിയിൽ Okay.
പുണ്യവാന്മാരെ മനുഷ്യങ്ങളെ അല്ലേ ഞാൻ അറിയാത്തായ കളികളില്ല, ഞാൻ അറിയാത്തായ മറ്റ് അവസ്ഥകളില്ല അല്ലേ. അതരത്തെങ്കിലും സുതരത്തെങ്കിലും ആകാശത്തെങ്കിലും പാതാളത്തെങ്കിലും 14 ലോകത്തെങ്കിലും ഭൂമണ്ഡലത്തെങ്കിലും ധർമ്മ എന്ന മറന്നുകൊണ്ടൊരു കളിയും കളിക്കരുത് അല്ലേ ആരും. കൂട്ടുപിടിക്കാൻ എത്ര ദേവന്മാരുണ്ടായാലും ഞാൻ ഒരു കണ്ണൊന്ന് വീഴിച്ചാൽ മതിയല്ലേ. ആത്തന്മാരായിരിക്കും നിങ്ങളുടേതായ ആ ശരീരം നശിച്ചു പോകാൻ അല്ലേ. എങ്ങനെ ആറ്റ് നോറ്റ് കാത്തിരുന്നിരിക്കുന്ന മഹാസുരം സമാഗതമായോ നിങ്ങൾക്ക്? നിങ്ങളെ കൊടുത്തു, സമുദായം കൊടുത്തു, ഐക്യ സമുദായം കൊടുത്തു, മുൻപെട്ടമ്പ എന്റെ ഭയമുണ്ടോ ധർമ്മയെ അല്ലേ. ഉഷത്ത് ഉച്ചസന്ധ്യ ഉഗ്രമാം പാതിരാത്രി അതാണ് ധർമ്മയത്തതായ അല്ലെ സഞ്ചാര ദിശകൾ. ഇപ്പോഴിങ്ങനെ പാതിരാത്രിയല്ലേ ധർമ്മയിൽ ഉദിക്കണതായ നേരം അല്ലെ തന്നെ. ഇതാണോ ശുഭം? ധർമ്മയെന്ന് ഉദിക്കുന്നതാണോ നിങ്ങൾക്ക് ശുഭം? അല്ല ഞാനെന്നിരിക്കുന്ന മറവാണോ? ഏതാണ് നിങ്ങൾക്ക് സുഖകരമായിട്ട് തോന്നുന്നത്? എന്റെ ഉദയമാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്നതായ സന്തോഷമാണോ വേണ്ടത്? ഇതാണ് വേണ്ടത്. കാരണം സമയങ്ങളും സന്ദർഭങ്ങളും നോക്കിയിട്ടല്ലേ. ധർമ്മയെന്ന് സമയമില്ല, സന്ദർഭം. ഏതൊരു ഭക്തൻ എവിടെ വെച്ച് വധിച്ചാലും ക്ഷണമാത്രം കൊണ്ട് പ്രത്യക്ഷീകരിക്കുന്ന ആ ദേവൻ തന്നെയാണ് അല്ലേ. ആവട്ടെ, നിങ്ങൾ ആറ്റുനോറ്റ് കാത്തിരിക്കുന്നതായ മഹാസുഖ മാത്രമായിരിക്കുന്നതായ കാല് കളയാത്ത ഭാവ ഉത്സവങ്ങള് ബ്രഹ്മകലശാദി അനുഭവത്തോടു കൂടിയിട്ട് നിങ്ങൾ ചെയ്തു വന്നു. എല്ലാം ക്ഷേമം തന്നെയാണോ? ആണോ? ക്ഷേമത്തിന്റെ തന്നെ ഉണ്ടോ? സന്തോഷം തന്നെയാണോ? അല്ല ചേരാത്തവന്റെ മനസ്സും ബുദ്ധിയും ചേർക്കേണ്ടതായിട്ടുണ്ടോ ധർമ്മയ്യൻ? കാലനും കലിക്കും അതീതമായിട്ട് വർത്തിക്കുന്ന മഹാധർമ്മയ്യൻ ഭൂലോകം മുൻപട്ടമായിട്ട് മതിച്ചിരിക്കുന്നതായ അഭക്തന്മാരുടെ മതത്തെ അടക്കിയിട്ട് ഭജിക്കുന്ന ഭക്തന്മാരുടെ രക്ഷയെ വിളങ്ങുന്ന ദേവൻ തന്നെ ധർമ്മയ്യൻ. മന്ത്രതന്ത്ര കർമാദികളെ കൊണ്ട് അടക്കുവാനും അല്ലെ മന്ത്രതന്ത്രാദി കർമ്മങ്ങളെ കൊണ്ട് ഈ ധർമ്മയെന്ന് മോചിപ്പിക്കുവാനും ഒക്കെയും സാധിക്കും നിങ്ങൾക്ക്. അതിനേക്കാൾ ഉപരിയായിട്ട് ഭക്തി കൊണ്ട് ഭക്തിയാകുന്ന പാഠം കൊണ്ടൊന്ന് കെട്ടിവെക്കാൻ സാധിക്കും അല്ലേ. അവിടെ ഏതായാലും എന്റെ ഉടമ്പും കർത്താവും നാലിമാരും നിൽക്കുന്ന മഹാദർശനകത്ത് നിങ്ങൾ അല്ലെ മഹാപ്രയത്നം കൊണ്ട് അല്ലെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ മഹാസന്നിധാനങ്ങളുണ്ടല്ലോ അല്ലെ. ആവട്ടെ, ഏതായാലും കാണേണ്ടതായ അനുഭവങ്ങളുണ്ട്, പറയേണ്ടതായ അനുഭവങ്ങളിലൊക്കെയും പറയുവാനായിക്കൊണ്ട് ഞാനെന്നിരിക്കുന്ന അനുഭവങ്ങൾ എന്റെ ഓരോ മന്ത്രവാദി എന്നിരിക്കുന്നതായ അല്ലെ മന്ത്രവാസരുവരുണ്ടല്ലോ കൊണ്ടുപോകണം അല്ലെ. അവരെ ഒന്ന് കണ്ടു വേറിട്ട് ബ്രഹ്മസ്വരീങ്കിൽ വരുത്താറാനുണ്ട് അവർക്ക് പോരാനായിക്കൊണ്ട് ആവാം. കൊല്ലാമേ പൂജാരി ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്തൊക്കെ ഉറങ്ങണ്ട. നിങ്ങൾ ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങിപ്പോകും. നന്നപ്പൊഴിച്ചു നാരായണ രാവിലത്തെയും ഉച്ചക്കത്തെയും അന്തിക്കത്തെയും രാത്രിത്തെയും പൂജ കഴിഞ്ഞല്ലേ. ഇനി നാളെ രാവിലെയും ഒരു പൂജ. അതിനമ്പഴൊക്കെ പോകണ്ടേ? പോകുമ്പോൾ ഞാൻ കൊണ്ടുകൊണ്ടേ ഇടുന്നത്. കൊണ്ടുകൊണ്ടേ ആരെ കൊണ്ടുകൊണ്ട പൂജാരി? ഇന്ന് തലയാട്ടുന്നറിയാ ഞാൻ കൊണ്ടുവന്നിട്ട് അല്ലേ. ഞാനെന്താ കൊണ്ടുകൊണ്ടത്? അല്ലെ ഞാൻ വന്നാലും ജീവനെ കൊണ്ടുകൊണ്ടതല്ലേ. അതിന്റെ പൂജാരിന്ന് കൊണ്ടുപോയിക്കും. ഞാൻ കൊണ്ടുപോയിലാക്കുക, ഞാൻ കൊണ്ടുപോയിലാക്കുക. അതുകൊണ്ട് എല്ലാം കളിമ്പല കാര്യമാണ് ധർമ്മയെ നോക്കുക. ഞാൻ പോരണ്ട എന്റേതായ സൂക്ഷിയെല്ലാം നിറച്ചിട്ട് എന്റേതായ മനസ്സെല്ലാം സന്തോഷിപ്പിച്ചിട്ട് നിങ്ങൾ പോയിക്കോ. എന്നാൽ എവിടെയും നാളെ കൊണ്ട ധർമ്മയെ പരിപാലിച്ചിരിക്കുന്ന വിശ്വാസം ഉണ്ടാവട്ടെ കേട്ടോ. ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക. ഞാൻ വിളിക്കും ആ സമയത്ത് വരെ മന്ത്രവാസം വരെ ആവട്ടെ. കാലമകാലമാണ് അർത്ഥപ്രാണപരാന്മാരായ മഹാദേവന്മാരെ എല്ലാം നിങ്ങൾ ധരിക്കുന്നതായ പോകുന്ന കാലത്തിന്റെ ആവത്തിനെ പരിപാലിച്ചെടുക്കുവാനാണ്. ആവത്തിനെ നീക്കി തന്നിട്ട് നിങ്ങളെ പരിപാലിച്ചെടുക്കുവാനായിക്കൊണ്ടതാ ഈ കരിങ്കാലത്തിൽ കൊണ്ടിരിക്കുന്ന മഹാദേവ ആരോടെങ്കിലും ഇല്ലെന്നാലും ഒന്നും വരെ ആധാരമാകേണ്ടത് കരുതാനായിരിക്കട്ടെ കേട്ടോ. 64 ആരാധകർക്കും അശിവന്മാരായിരിക്കുന്ന മഹാദേവന്മാരും ഒരാളുമാരും തിരിക്കുന്ന അനുഭവത്തിങ്ങൾ ഓരോ ശാസ്താവും ഒരുപാട് പരമേശ്വരൻ വേഷപ്പെടുന്ന ജനത്തെ കൊണ്ട് ഭാഗിക്കണം, കഞ്ഞുപിടിക്കാതെ കൊണ്ട് ഭാഗിക്കണം, കൊണ്ട് പിടിച്ചു കണ്ടിയാണ് അവരുടെ സന്തോഷമായി പൈതങ്ങളെ വരെ ഉണർന്നു കേട്ടോ. കാലം അകാലമായി
ഇതിനെല്ലാം വന്നിട്ട് നിങ്ങളുടേതായ മനസ്സിനെ അല്ലെ കൊങ്ങാച്ചു നോർക്കൊണ്ടു പോയാ അവിടെ ഏതായാലും എന്നെ കാണണമെങ്കിൽ ത്യാഗങ്ങളെല്ലാം സഹിക്കേണ്ടതായിട്ട് വരും നിങ്ങളല്ലേ. ഇരുണ്ടകളാധാരമായിട്ടാണല്ലോ ധർമ്മേന്റെ വരണ്ട് കണ്ടു. നിങ്ങളുടേതായ ആ ഭക്തിയുടേതായ ശക്തി കൊണ്ടാണല്ലോ അല്ലെ നിങ്ങളുടേതായ സ്വക്ഷേത്രത്തിനകത്ത് ധർമ്മയിൽ വന്ന് പ്രവേശിച്ചത്. എല്ലാവർക്കും വേണം കാലിലും കരിപ്പിച്ചു കൊടുക്കാതെ വേണം കാരുണ്യവാന്മാരായിരിക്കുന്നു ഞങ്ങൾ നിൽക്കുന്നതായ വഴിയിൽ തന്നെ നിങ്ങളെ ആയിരിക്കട്ടെ. വാർദ്ധക്യത്തോട് വാർദ്ധക്യം വരുന്നു അല്ലേ എന്നെ പോലെ തന്നെ ആയിപ്പോയ കാര്യമല്ലേ. ഇത് പൊന്തിക്കാൻ കഴിയാ ആയിക്കും അല്ലേ. അവട്ടെ കടവത്രാഴെ പിന്നെ അനേകം ചൂടിട്ടായിപ്പോ അല്ലേ. അതുകൊണ്ട് ഞാൻ പെടുന്ന വേഗം എന്നെ കണ്ടുപിടിക്കാൻ നമ്മൾ ഭാവിക്കട്ടെ. സന്തോഷമായി ഞാനെല്ലാം പെട്ടിയിൽ വന്നു പെട്ടിയിലാക്കാൻ കഴിയുമോ? നടക്കുന്ന കാലം ഇടുമ്പോഴും അവിടെ കൈപിടിച്ച് കയറ്റുവാനായിക്കൊണ്ട് തന്നെയാണ് ധർമ്മേന. അറിയാമല്ലോ മതിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ മതത്തെ അടക്കിയിട്ട് ഭജിക്കുന്ന ഭക്തന്മാർ ദൈവസക്കൂലിനെ കാട്ടിക്കൊടുത്ത് നേരായ വഴിയെങ്കിലേക്ക് സഞ്ചരിപ്പിക്കേണ്ടവനാണ് ഞാൻ തീരുമാനിക്കണം അല്ലേ കിടക്കുന്ന ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ എവിടൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതാണ് എനക്കുള്ളതായ അതെ എൻ്റെ നാളെന്നും നാരായണെന്നും ആന്നൊരാളി എന്നിരിക്കുന്നതായ ഏതായാലും ആറ്റുനോട്ട് കാത്തിരുന്നിരിക്കുന്ന മഹാസുദിനത്തെ അത് കണ്ണും കാതും മനസ്സും ഒക്കെയും നിറയോളം അല്ലേ നിങ്ങൾ ആസ്വദിച്ചെടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വന്നിരിക്കുന്ന പലകളെല്ലാം മാറ്റിക്കൊണ്ട് പൂർവാധികം ശക്തിയോടെ പൂർവാധികം ഭംഗിയോടെ കൂടി കാണാനുള്ള ഭാഗ്യത്തെത്തണം എന്ന് മാത്രം പ്രാർത്ഥിച്ചു അല്ലെ. അർത്ഥത്തിന് വേണ്ടി കാക്ഷിക്കാണ്ടതൊക്കെ വണ്ണം അനർത്ഥമെന്നിരിക്കുന്ന ഭാഷാണത്തിന് വിട്ട് കൊടുക്കാണ്ടതൊക്കെ വണ്ണം ഞാൻ നിൽക്കുന്നതായ മാർവത്തും ഇടയും തന്നെ പോയിട്ട് പൊരിക്കാൻ നിങ്ങളെവരെയും കേട്ടോ. സന്തോഷമാണ് അതിലേപ്പഴത്തേക്ക് കഞ്ഞി കുടിക്കുക. കഞ്ഞിയെല്ലാം കുളിച്ചിട്ടുണ്ടാവുമല്ലേ മതിയ കഞ്ഞിയെല്ലാം കുളിക്കുക. കാര്യം ഓടിച്ചിട്ട് വൈദ്യങ്ങൾ കൊടുത്തു ഇതുണ്ടാക്കിയ വൈദ്യങ്ങൾ അത് വൈദ്യങ്ങൾ ഇത് ഉണ്ടാക്കിയ വൈദ്യങ്ങൾ കൊടുത്തു. ഈ കഞ്ഞിയും കറി വെച്ച് മൂല്യം അതേ അങ്ങനെ ഉപ്പ് നോക്കിയതാ കുറച്ച് ഉപ്പ് നോക്കിയത് കട്ടുവെച്ചു നടാ. ഇതൊരു കള്ളക്കളി ഉണ്ടല്ലേ മനസ്സിൽ. നാവ് വരുന്നേയില്ല പറയാം അതെ. പറഞ്ഞാൽ തെറ്റായി പോകുന്ന നാവ് വരുന്നേയില്ല അല്ല. ഞാൻ നോക്കട്ടു എങ്ങനെ നരി പിടിച്ചോ നായാടിയതോ അല്ല വാരിക്കുടി ഒരു ചോദ്യം പോട്ടെ. നരി പിടിച്ചോ നായാടിയതോ അല്ല വാരിക്കുടി. ക്ഷേത്രത്തിനകത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ ഭക്തന്മാർ കൊണ്ടുപിടിക്കുന്നതായ അല്പമാത്രമായിരിക്കുന്നതായ ആ വഴിപാടുന്ന ഒരു പിരിവാരി വെക്കലുണ്ട്. അങ്ങനെയൊന്നും വാരി വെച്ചിട്ടില്ലല്ലോ. നോക്കട്ടെ നായോട് തേക്കുണ്ടോ യമുല. നിങ്ങൾ എന്നെ കാണുമ്പോൾ അല്ലേ ഞാൻ ഒറ്റയ്ക്ക് പക്ഷേ എന്തൊക്കെ 100,000 കോടി ഭൂതങ്ങളിൽ അവർക്കെല്ലാം പോയി ആഫ്രിക്കയിലൊന്നും കൊടുത്തിട്ടില്ല. അത് ഇപ്പം ശാസ്ത്രപാത്രയിലുണ്ട് അത് പോയിക്കൊണ്ടു
പാലക്കാട് പത്രവാർത്ത ധാരാളമായിട്ട് അപ്പോഴപ്പോഴും അവിടെ നിന്ന് ഞാൻ എടുത്ത് തരുന്നുണ്ട്. ഇന്നത്തെ അനുഭവത്തിങ്കൽ ഇങ്ങനെയുണ്ടായ എന്റെ അവൽപ്പാട് പരമേശ്വരൻ ഒരാൾ എന്നിരിക്കും തടത്തിനകത്ത് ആ ഉഗ്രകൊടുത്ത് ശസ്താള ഒരാളുമാരെന്നിരിക്കും മഹാക്ഷേത്രത്തിനകത്ത് എന്നതായ 9 കടവുത്രോണന്മാരെന്നിരിക്കുന്ന മഹാഭക്തന്മാരുമായ ആ ഭക്തിയുടെ പരിണിത ഫലമായിട്ട് ധർമ്മേനൊരു നേരത്തെ ആഹു തരുന്നുണ്ടതിൻ്റെതായ ഒരു ഭാഗം നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ അനുഭവത്തിൽ അനുഭവിച്ചിട്ട് കണ്ണയും ദുഷ്ടനെയും മടക്കി പശുവിനെയും രാമൻ ജയിച്ചിട്ട് ശിവൻ പോലും പെരുവഴിക്കും നീക്കി വിരോധമില്ലാതൊക്കെ വണ്ണം കൊള്ളാറായിരിക്കട്ടെ. പുറക്ക് വെക്കാൻ പറഞ്ഞു മുമ്പ് നോക്കാം അല്ലേ? പുറക്ക് ഞാൻ വെക്കാൻ പറഞ്ഞു മുമ്പ് പോയിട്ടോട്ടെ മൂലിനെ ഉറക്കുന്നു ഭാവയില്ലല്ലേ ആവട്ടെ. അതുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നേ ഏവരോട് തന്നെ എന്നിട്ട് എനിക്ക് ഒരുപാട് വിശേഷിക്കാറുണ്ട് അല്ലെ. കൂടുതലുള്ള അനുഭവങ്ങളാണ് കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ആധാരമായിട്ട് കണ്ടതായ അനുഭവങ്ങളാണ്. ആരെയും ഞാൻ മുഷിപ്പിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ നല്ല മുന്നാരി കഴിച്ചിട്ട് ഞാൻ അന്തർദാനം ചെയ്യുന്നതിന് പെട്ടമായിട്ട് എനിക്ക് ഈ കടകത്തിനകത്തുള്ള എല്ലാവരും പഠിപ്പിച്ചിട്ടാണ്. സാധാരണ പൂജാരി മനുഷ്യങ്ങളായാലും ഐക്യസമ സംഘത്തിലുള്ളതായ എല്ലാവരായാലും ഈ അല്ലെ കർമ്മത്തിന് എത്രമാത്രം നിങ്ങളെല്ലാം ദേഹപ്രയത്നം വന്നിട്ടുണ്ടോ അത് കാണണം കേട്ടോ. എന്നിട്ടേ ഞാൻ വാരാന്തരത്തിൽ അതിന് വീഡിയോട് ഞാൻ ഇപ്പൊ കുടിക്കുന്നുണ്ട്. ഇത് കെട്ടിയിരിക്കുന്ന അനുഭവങ്ങളാണ്. ഒരുവന്റെ ചോദ്യം വേണ്ട അതെ മൂക്കിൽ പിടിക്കാതെ അല്ലെ മൂക്കിലെ പിടിക്കാം 10 വെച്ച് പോകും. വെള്ളം കുടിക്കോ വെള്ളം കുറച്ച് കുടി. ശേഷം ഇനി ഭക്തന്മാരെ ശേഷം അവരുടെ കഴിവുമാരും ദേശത്തെ മഹാനവരും പട്ടണത്തിൽ ഇതിന് നേരെ മന്ത്രവാദി